നിങ്ങൾ തിരുവെഴുത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിട്ട്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട്, ദൈവത്തിൽ വിശ്വസിച്ചിട്ട്, ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ദൈവസന്നിധിയിൽ ഉപവസിച്ചിട്ട്, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ട്, ദൈവത്തോടുകൂടെ നടന്നിട്ട്, തിരുവെഴുത്തിൽ എവിടെയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറയുന്നത്? ദൈവമുമ്പിൽ പ്രാർത്ഥിച്ച ആർക്കാണ് ഉത്തരം ലഭിച്ചില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉപവാസങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകളെ, നിങ്ങളുടെ വിശ്വാസത്തിലൂടെ, നിങ്ങളുടെ നിലപാടുകളിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടേണ്ട പ്രാർത്ഥനകളുടെ മറുപടികളെ, നിങ്ങളിലേക്ക് ഒഴുകി വരേണ്ട പ്രാർത്ഥനകളുടെ നന്മകളെ തടയുന്ന ഒരു പൈശാചിക മതിൽ ഉണ്ട്, ഒരു ഈവിൾ വാൾ ഉണ്ട്, ഒരു ദുഷ്ടാത്മ മതിൽ ഉണ്ട്. അതിനെയൊക്കെ തകർക്കുവാൻ, അതിനെ ഇടിച്ചു കളയുവാൻ ആത്മാവിൽ വെളിപ്പാട് പ്രാപിച്ച ദൈവജനം തിരുവെഴുത്തിനകത്തും ഉണ്ടായിരുന്നു. ഞാൻ ആത്മാവിൽ ആരോടൊക്കെയോ പറയുകയാണ്, ഇസ്രായേൽ ജനത്തിന്